ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്, അഭിവന്യ പിതാക്കന്മാരെ, വന്യ വൈദിക ശ്രേഷ്ഠരെ, വന്യ റമ്പാശന്മാരെ, പ്രിയ ശമാശന്മാരെ, വന്യ സിസ്റ്റേഴ്സ്, അഖില മലങ്കര പ്രാർത്ഥന യോഗത്തിൻ്റെ ചുമതല വഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഏവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. നമുക്കറിയാം, എല്ലാ വർഷവും അഖില മലങ്കര പ്രാർത്ഥന യോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ച മധ്യസ്ഥ പ്രാർത്ഥനാ ദിനമായി ആചരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഈ മഹാമാരിയുടെ കാലത്ത് അതിനെ കുറച്ചുകൂടെ ഒരു ഉണർവോടുകൂടെ നടത്തുവാൻ, ഈ കൂട്ടായ്മ കൂടുതൽ അനുഗ്രഹപ്രദമാകുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന എല്ലാവരെയും ആദ്യം നന്ദിയോടെ സ്മരിക്കുന്നു. ഇതിന് ഇടയാക്കിയ ദൈവത്തെയും നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വർഷം മധ്യസ്ഥ പ്രാർത്ഥനാ ദിനം ഒരു ഞായറാഴ്ചയിൽ മാത്രം ഒതുക്കാതെ ഒരാഴ്ച മുഴുവൻ ഒരു പ്രാർത്ഥനാ വാരമായിട്ട് പരിശുദ്ധ സഭ ക്രമീകരിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും അനുഗ്രഹപ്രദമാണ്. കാരണം നോമ്പിൻ്റെ ദിനങ്ങളിലാണ് നമ്മളെല്ലാവരും, തീർത്ഥാടനത്തിൻ്റെ ദിവസങ്ങളിലാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഈ ഒരാഴ്ചത്തെ ചിന്തയ്ക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ചിന്താവിഷയം യേശുവിൻ്റെ സാക്ഷികളാവുക എന്നുള്ളത്. വിശുദ്ധനായ ലൂക്കോസ് എവങ്കേലിസ്തയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 47-ാം വാക്യത്തിൽ കർത്താവ് ശിഷ്യന്മാരുടെ ലോകത്തിൻ്റെ അറ്റത്തോളം ജാതികളുടെ ഇടയിലും സുവിശേഷം അറിയിക്കുവിൻ എന്ന് പറഞ്ഞ് ഇതിന് നിങ്ങൾ സാക്ഷികളായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതാണ് ഈ ഒരാഴ്ചക്കാലം മുഴുവൻ, പ്രത്യേകിച്ച് ഈ മഹാമാരി ഒരു മഹാധ്യാനത്തിൻ്റെ സമയമായി പരിണമിക്കേണ്ടതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് യേശുവിൻ്റെ സാക്ഷികളാവുക എന്നുള്ള വലിയ പ്രബോധനം. ഇന്ന് 2ാമത്തെ ദിവസമാണ് ഈ പ്രാർത്ഥനാ വാരത്തിൻ്റെ. 2ാമത്തെ ദിവസത്തെ ചിന്തയായി ക്രമീകരിച്ചിരിക്കുന്നത് തിരുവചന ധ്യാനത്തിലൂടെ യേശുവിൻ്റെ സാക്ഷികളാകുക എന്നുള്ളത്. യേശുവിൻ്റെ സാക്ഷികളാകാനുള്ള പല വഴികളിൽ ഒന്നായിട്ട് ഇന്നലെ നാം പ്രാർത്ഥനയിലൂടെ യേശുവിൻ്റെ സാക്ഷികളാകണം എന്ന് നാം ധ്യാനിച്ചു. ഇന്ന് നാം അല്പസമയം ധ്യാനിക്കുവാനായി പോകുന്നത് തിരുവചന ധ്യാനത്തിലൂടെ എങ്ങനെ യേശുവിൻ്റെ സാക്ഷികളാകാം എന്നുള്ളതാണ്. ഇന്നിൻ്റെ നഷ്ടവും ഈ തിരുവചന ധ്യാനം ഇല്ലാത്തതല്ലേ എന്ന് പലപ്പോഴും ചിന്തിച്ച് പോകാറുണ്ട്. ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ക്രൈസ്തവ ഫലിതങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകം ലൈബ്രറിയിൽ നിന്ന് വായിക്കാൻ ഇടയായി. ആ പുസ്തകത്തിൽ ഒരു സൺഡേ സ്കൂൾ ടീച്ചർ, ഒരു സിസ്റ്റർ എന്നാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ടീച്ചർ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, മക്കളെ, വീട്ടിൽ വേദപുസ്തകം വായിക്കുന്നവർ എത്ര പേരുണ്ട്? കുറച്ച് കുഞ്ഞുങ്ങൾ കൈപൊക്കി. ടീച്ചർ വീണ്ടും ചോദിച്ചു, വീട്ടിൽ വേദപുസ്തകത്തിന്റെ ആവശ്യം എന്താണ്, എന്തിനാണ് വേദപുസ്തകം എന്ന്. അപ്പോൾ അതിനകത്ത് വളരെ ചുറുചുറുക്കോടെയും കളങ്കമൊന്നുമില്ലാതെയും ഒരു കുഞ്ഞ് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ടീച്ചറെ, അമ്മച്ചിയുടെ മരുന്നിന്റെ കുറിപ്പിടയും അപ്പച്ചന്റെ തിരിച്ചറിയൽ കാർഡും ഒക്കെ വെക്കുവാനുള്ളതാണ് വേദപുസ്തകം എന്ന്. ഒരു കാലത്ത് പല കുടുംബങ്ങളിലും നോക്കിയാൽ നമ്മള് പല സാധനങ്ങളും നഷ്ടപ്പെടാതെ വെക്കുന്ന ഒന്നായിരുന്നു വേദപുസ്തകം. ഇന്നൊരു പക്ഷേ പല വീടുകളിലും ചെല്ലുമ്പോൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. ഷോക്കേസില് നല്ല പീഠത്തിലൊക്കെ വെച്ച് പൊടി പോലും അടിക്കാതെ അതവിടെ ഇരിക്കുന്ന കാഴ്ച കാണാറുണ്ട്. ആരും വായിക്കാറില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, തെറ്റിദ്ധരിക്കരുത്. മറിച്ച് തിരുവചനം ധ്യാനിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. സെമിനാരിയിൽ ഞങ്ങൾ പഠിക്കുമ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് ബൈബിൾ പഠിക്കുന്ന സമയത്ത് എങ്ങനെ ഒരു വാക്യത്തെ വിശകലനം ചെയ്യാം എന്ന് പഠിക്കുമ്പോൾ ഞങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ പറഞ്ഞു തരാറുണ്ട്, വാക്യത്തിനുള്ളിൽ കടന്നു ചെന്ന് അതിനെ വായിക്കണം എന്ന്. പലപ്പോഴും മലയാള മനോരമയോ മറ്റു പത്രങ്ങളോ നോവലോ വായിക്കുന്നത് പോലെ ഞാൻ വേദപുസ്തകം വായിച്ചു എന്ന് പറഞ്ഞത് കൊണ്ടായില്ല, മറിച്ച് ആ വാക്യങ്ങളെ നമ്മുടെ ജീവിതത്തോടൊന്ന് ചേർത്ത് വെച്ച് വായിക്കുവാനും അത് നമ്മുടെ ജീവിതത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുമ്പോൾ മാത്രമാണ് തിരുവചന
സാക്ഷികളായി തീരുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ നിങ്ങൾ മറന്നു പോകരുത്. ഇതില്ലാത്തത് കൊണ്ടാണ് ഇന്ന് മനുഷ്യത്വം കുറഞ്ഞു പോകുന്നത്. ഇതില്ലാത്തത് കൊണ്ടാണ് ഇന്ന് ദൈവത്തിന്റെ അംശം ഈ സമൂഹത്തിൽ കുറഞ്ഞു പോകുന്നത്. ഇതില്ലാത്തത് കൊണ്ടാണ് ദൈവത്തിന്റെ ആലയം ഇന്ന് മറ്റു പലതിന്റെയും പല പെൺകൂത്തുകളുടെയും അരങ്ങുകളായി മാറുന്നത്. ഈ തിരുവചന ധ്യാനം, തിരുവചനം നമ്മുടെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ആ വിളക്ക് നമ്മുടെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ഒരിക്കൽ മഹാത്മാഗാന്ധിയോട് ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, വാട്ട് ഡസ് ജീസസ് മീൻ ടു യു എന്ന്. അപ്പോൾ മഹാത്മാഗാന്ധി അതിന് മറുപടി പറയുന്നുണ്ട്, വാട്ട് ഡസ് ജീസസ് മീൻ ടു മീ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ടു മീ he was one of the greatest teachers humanity has ever had എന്നുള്ളതാ. ഗാന്ധിജി അങ്ങനെ പറയാൻ കാരണം മനുഷ്യത്വം ഈ ലോകത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഗുരുവാണ് യേശുക്രിസ്തു എന്ന് മഹാത്മാഗാന്ധിക്ക് പറയാൻ കാരണം അദ്ദേഹം ആ ക്രിസ്തുവിനെ കുറിച്ച് കേട്ടത് കൊണ്ടല്ല, മറിച്ച് ആ വചനങ്ങൾ അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് സ്വാംശീകരിച്ചത് കൊണ്ടാണ്. മഹാത്മാഗാന്ധി പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്, ഗിരിപ്രഭാഷണമാണ് എന്റെ സമരങ്ങൾക്ക് കാരണമായി തീർന്നത് എന്ന്. അദ്ദേഹം അഹിംസയും സത്യാഗ്രഹവും അദ്ദേഹത്തിന്റെ മുഖമുദ്രയായിരുന്നുവെങ്കിൽ അതിന് കാരണം ഗിരിപ്രഭാഷണത്തിലെ വാക്കുകളാണ് എന്ന് അദ്ദേഹം പലപ്പോഴും ഊന്നി പറയുന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ടാണോ ക്രിസ്ത്യാനിക്ക് ഇത് പലപ്പോഴും ജീവിതത്തോട് ചേർന്ന് നിൽക്കാത്തത് എന്നറിയില്ല. അതുകൊണ്ടാണ് ഇന്ന് സാക്ഷ്യം നഷ്ടപ്പെട്ട ഒരു സമൂഹമായി ഞാനും നിങ്ങളും ഒക്കെ മാറിയിരിക്കുന്നത്. ഇന്ന് സുവിശേഷ പ്രസംഗങ്ങൾക്ക് കുറവില്ല, ധ്യാന യോഗങ്ങൾക്ക് കുറവില്ല. ഇന്ന് യൂട്യൂബിലെടുത്തുമൊക്കെ എത്ര പ്രസംഗങ്ങൾ നമുക്ക് കേൾക്കാം. ഇനി അത് മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ ഇന്ന് ഓരോ ദിവസവും, ഈ അടുത്തിടയ്ക്ക് ഒരാളെന്നോട് പറഞ്ഞു, എല്ലാ ദിവസവും ഞാനൊരു വാക്യം ഇപ്പോൾ കാണാതെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന്. പക്ഷേ കാണാതെ പഠിച്ചത് കൊണ്ടായില്ല, അത് നിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറ്റുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. പരിശുദ്ധന്മാരും പരിമല തിരുമേനിയും എല്ലാം ഈ തിരുവചനത്തെ ധ്യാനിച്ച് അതിനെ തങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കാണിച്ചത് കൊടുത്തത് കൊണ്ടാണ് വിശുദ്ധരായി തീർന്നത്. ഒരു വാക്യം നിങ്ങളുടെ മുമ്പിലേക്ക് നൽകുകയാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നത്, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപെടുത്തും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു എന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, ഇതാണ് ദൈവത്തിന്റെ വചനം. അവിടെ ലേഖനകർത്താവ് എഴുതിയിരിക്കുന്നത് പോലെ 4 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ഒന്നാമത്, ജീവനും ചൈതന്യവും നൽകുന്നത് എന്ന്. മോശ സീനായ് മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ 10 കൽപ്പന അവന്റെ കരങ്ങളിലുണ്ട്. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചിരുന്നു എന്നാണ്. ആരാണോ തിരുവചനത്തെ നെഞ്ചോട് ചേർത്തടക്കി പിടിക്കുന്നത് അവർക്ക് ജീവനും ജീവിതവും ചൈതന്യവും ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പരിശുദ്ധന്മാരും വിശുദ്ധന്മാരും നമ്മോട് ഓർമ്മിപ്പിക്കുന്നതും അത് തന്നെയാണ്. രണ്ടാമത് അവിടെ പറയുന്നുണ്ട്, ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ് എന്ന്. കാറ്റിനെ ശാന്തമാക്കിയ, കടലിനെ ശാന്തമാക്കിയ, പിശാചിനെ പുറത്താക്കിയ, രോഗികളെ സൗഖ്യമാക്കിയ അവന്റെ വചനം ഇരുവായുത്തലയുള്ളതാണ് എന്ന് മറന്നു പോകരുത്. അതുകൊണ്ടാണ് ആ വചനത്തെ നമ്മൾ ആദരവോടുകൂടി കാണേണ്ടത്. മൂന്നാമത് പറയുന്നു, അത് ആഴത്തിൽ തൊടുന്നതാണ് എന്ന്. പൗലോസ്, തർശീസിലെ ശൗലായിരുന്നവൻ പൗലോസ് ആയിരുന്നത് ഒറ്റ വാക്കുകൊണ്ട് നീ ആരാകുന്നു എന്ന് ചോദിച്ചപ്പോ, നീ ഉപദ്രവിക്കുന്ന ക്രിസ്തു ആകുന്നു എന്ന് പറഞ്ഞ ആ പൗലോസ്, അങ്ങനെ പൗലോസ് ആയത് ഈ വചനത്തിൽ ആഴത്തിൽ തൊട്ടത് കൊണ്ടാണ് എന്ന് മറന്നു പോകരുത്. നാലാമത്
കരകവിഞ്ഞൊഴുകിയ, പക്ഷെ അവിടെ യഹോവയായ ദൈവം യോശുവായി കൊടുക്കുന്ന ഒരു വലിയ പ്രത്യാശയുടെ വചനമുണ്ട്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം, ഭയപ്പെടരുത്, ഭ്രമിക്കരുത് എന്ന്. പിന്നീട് ഇസ്രായേൽ ജനം വാഗ്ദത്ത നാട്ടിലെത്തിയ ചരിത്രം നമുക്കറിയാം. ഈ വചനം നമുക്ക് ജീവൻ നൽകുന്നതാ, ഈ വചനം നമുക്ക് പ്രത്യാശ നൽകുന്നതാ, ഈ വചനം നമ്മുടെ ഇല്ലായ്മകളിൽ നമ്മളെ ദൈവത്തോട് ചേർത്ത് പിടിക്കുന്നതാ. പ്രിയമുള്ളവരെ, നമ്മൾ പ്രസംഗിക്കുകയൊന്നും വേണ്ട, മറിച്ച് ഈ വചനത്തിനനുസരിച്ച് ജീവിച്ചാൽ ഈ സമൂഹം സ്നേഹമുള്ളതാകും. ഈ വചനത്തിനനുസരിച്ച് ജീവിച്ചാൽ നമ്മുടെ ഇടവകൾ സമാധാനമുള്ളതായി തീരും. ഈ വചനത്തിനനുസരിച്ച് ജീവിച്ചാൽ നമ്മുടെ ഭവനങ്ങൾ ശാന്തിയും സമാധാനവും വെളിച്ചവും വിളങ്ങുന്ന ഇടങ്ങളായി തീരും. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുക. തിരുവചന ധ്യാനം നമുക്ക് പ്രത്യാശ നൽകുന്നതാ, തിരുവചന ധ്യാനം നമുക്ക് ആശ്വാസം നൽകുന്നതാ. അതായിരിക്കണം നമ്മുടെ ആലംബവും. മാർത്തയുടെ വീട്ടിലേക്ക്, ബെഥാന്യയിലെ ലാസറിന്റെ വീട്ടിലേക്ക് കർത്താവ് ചെല്ലുന്നുണ്ട്. ആദ്യത്തെ സന്ദർശനത്തിൽ നാം കാണുന്നു, മാർത്ത വന്ന് പരിഭവം പറയുന്നുണ്ട്, കർത്താവേ, ഇവൾ എൻ്റെ കൂടെ നിന്നെ സ്വീകരിക്കാൻ ഭക്ഷണം ഒരുക്കേണ്ടവളാ, പക്ഷെ ഇവൾ നിന്റെ ചുവട്ടിലിരിക്കുന്നു. കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, മറിയ നല്ല അംശത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു, നമ്മളും തിരഞ്ഞെടുക്കണം. അതുകൊണ്ട് അതേ കർത്താവ് പിന്നീട് ലാസറിനെ അടക്കം ചെയ്തപ്പോൾ, കർത്താവെ, നാറ്റം വെച്ച് തുടങ്ങിയിട്ടുണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് പറഞ്ഞ് അവർക്ക് ജീവനെ കൊടുത്തവനായ ക്രിസ്തു. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നിങ്ങൾക്ക് ആശ്വാസമാകുവാൻ, ആലംബമാകുവാൻ ഇതൊന്നുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഓർപ്പിച്ചുകൊണ്ട്, ഈ തിരുവചന ധ്യാനം മൂലം നമുക്ക് ക്രിസ്തുവിനെ അനേകർക്ക് പങ്കുവെക്കാം. നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ നല്ല വാക്കുകളിലൂടെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന വാക്ക് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കൊന്ന് മാറ്റിവെക്കാം. പരിഭവങ്ങളെ, ശത്രുതകളെ, അസൂയകളെ, അഹങ്കാരത്തെ ഒക്കെ മാറ്റിവെച്ച് ഈ തിരുവചന ധ്യാനത്തിലൂടെ, ഈ പ്രാർത്ഥനാ വാരത്തിലൂടെ നമുക്ക് യേശു ക്രിസ്തുവിന്റെ സാക്ഷികളാകാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെവരെയും സഹായിക്കട്ടെ. എനിക്കിങ്ങനെ ഒരവസരം നൽകിയ എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് സനാജ് ചായനോടുള്ള നന്ദിയും സ്നേഹവും ഒറ്റവാക്കിൽ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെയും നമ്മുടെ ആവശ്യങ്ങളെയും നമ്മുടെ ഭാരങ്ങളെയും നമ്മുടെ പ്രയാസങ്ങളെയും എല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഇറക്കി വയ്ക്കാം. അവൻ്റെ വചനത്തിങ്കൽ നമുക്ക് ആശ്വാസമുണ്ട്. അവൻ്റെ വചനം പ്രത്യാശയാണെന്ന് നാം തിരിച്ചറിഞ്ഞു. അവൻ്റെ വചനം അത് മാറ്റമില്ലാത്തതും അനേകം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതുമാണ് എന്ന് നമ്മൾ അറിഞ്ഞു. പ്രിയമുള്ളവരെ, ഈ മഹാമാരിയുടെ കാലം നമുക്കൊരു മഹാധ്യാനത്തിൻ്റെതായി തീരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്കൊരു പ്രാർത്ഥന മാത്രമായിരിക്കണം ഉണ്ടാകേണ്ടത്. 119-ാം സങ്കീർത്തനം 18-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരന്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്: നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ, ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ എന്ന്. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ക്രിസ്തുവിലേക്ക് പകരം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ ഒരു സന്ധ്യയ്ക്കായിട്ട്, ഈ ഒരു നിമിഷത്തിനായിട്ട് തമ്പുരാനെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ ഒരു പ്രാർത്ഥനാവാരം ഞങ്ങൾക്കായി ക്രമീകരിച്ചതിൻ്റെ കൃപയോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയ കൃപയോർത്ത് സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതം അവിടുത്തെ ദാനമാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. പൊന്നു തമ്പുരാനെ, ഇത്രത്തോളം ഞങ്ങളെ നടത്തിയ ജീവിതത്തിലെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ഞങ്ങളെ വീണുപോകാതെ ഞങ്ങളെ താങ്ങി നിർത്തിയ അവിടുത്തെ കൃപയോർത്ത് 1000 നന്ദിയും സ്തുതിയും സ്തോത്രവും ഹാലേലുയാകളും പൊന്നു തമ്പുരാനെ അവിടുത്തെ തൃപ്പാദങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്കൊരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, നിന്റെ വചനം കൊണ്ട് ഞങ്ങളെ ഒന്ന് നിറയ്ക്കണമേ. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ നിന്റെ ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ ഒന്ന് തുറക്കണമേ എന്ന്. കർത്താവെ, പലപ്പോഴും ഈ ലോകത്തിന്റെ ഭ്രമിപ്പിക്കുന്ന പലതിലും ഞങ്ങൾ പിടിച്ചു കെട്ടപ്പെട്ടിരിക്കുക. കർത്താവെ, നിന്റെ വചനം കൊണ്ട് ഞങ്ങളുടെ ബന്ധനങ്ങളെ ഒന്ന് അഴിക്കണമേ. നിന്റെ വചനം കൊണ്ട് ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന സകല പൈശാചിക ബന്ധനങ്ങളെയും കർത്താവെ നീ അഴിക്കണമേ. തമ്പുരാനെ, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകണമേ എന്ന പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമേ. കർത്താവെ, അവിടുന്ന്
സകലത്തിനും മതിയായവനാണ് എന്ന ഉറച്ച ബോധ്യം ഞങ്ങൾക്കുണ്ട്. പൗലോസ്ലീഹായെ പോലെ ഞങ്ങളും പ്രാർത്ഥിക്കുക, എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിക്കാൻ നീ ശക്തനാണ് എന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. കർത്താവേ, നിന്റെ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്നിൽ തികഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തവനായ കർത്താവേ, ഈ മഹാമാരിയുടെ കാലത്ത് പലർക്കും ഈ രോഗം പിടിപെട്ടിട്ടുണ്ട്. പലരും ഇതുമൂലം പ്രയാസപ്പെടുന്നുണ്ട്. കർത്താവേ, നിന്റെ സൗഖ്യം, നിന്റെ കൃപ ആ മക്കൾക്ക് അയച്ചു കൊടുക്കണമേ. നിന്റെ വലതുകരം കൊണ്ട് കർത്താവേ, നീ അവരെ തൊട്ട് സൗഖ്യമാക്കണമേ. അങ്ങയെ തൊട്ടവരും അങ്ങ് തൊട്ടവരും സൗഖ്യമായി എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, അവിടുന്ന് കുഷ്ഠരോഗിയോട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമാക എന്ന്. കർത്താവേ, ഞങ്ങൾക്കും മനസ്സുണ്ട്. ഞങ്ങളുടെ പാപരോഗങ്ങളെയും ഞങ്ങളുടെ ശാരീരിക പ്രയാസങ്ങളെയും എല്ലാം തമ്പുരാനെ നീ തൊട്ട് സൗഖ്യമാക്കണമേ. അനേക ഭവനങ്ങൾ ലോകത്തിലായിരിക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലും നാട്ടിലുമൊക്കെയായി അനേകർ പ്രയാസപ്പെടുന്നു. കർത്താവേ, നിന്റെ കൃപ അവരിലേക്ക് ഒഴുകണമേ. നിന്റെ കരുണയാൽ അവരെ നീ ദർശിക്കണമേ. കർത്താവേ, ഒരിക്കൽ കൂടി ഞങ്ങൾ അപേക്ഷിക്കുന്നു, ഈ പ്രാർത്ഥനാവാരം സഭയ്ക്കും സമൂഹത്തിനും കുടുംബങ്ങൾക്കും സ്നേഹത്തിന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഉണർവിന്റെയും ദൂത് പകരുന്നതാകണം. അവിടുത്തെ നോമ്പിലാണ് ഞങ്ങൾ. ജന്മപ്പെരുന്നാള്, വെളിച്ചത്തിന്റെ പെരുന്നാളിനായി ഞങ്ങൾ ഒരുങ്ങുകയാണ്. കർത്താവെ, സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്ന് മാലാഖ അരുളി ചെയ്ത രാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥനയോടെ ഒരുങ്ങിയ ഞങ്ങളുടെ കുടുംബങ്ങളിലും ആ സന്തോഷം നിറയണമേ. ഞങ്ങളുടെ ഇടവകളിൽ ആ സന്തോഷം നിറയണമേ. സഭയിൽ ആ സന്തോഷം നിറയണമേ. സകല വിഷമങ്ങളെയും പ്രയാസങ്ങളെയും സഭയിൽ നിന്ന് നീക്കണമേ. പരിശുദ്ധ പിതാവിനെ, അഭിവന്യ പിതാക്കന്മാരെ, വന്യവൈദിക ശ്രേഷ്ഠരെ നീ ശക്തിയുള്ളവരാക്കണമേ. ചെമ്മാശന്മാരെ വെണ്മയുള്ളവരാക്കണമേ. കർത്താവ്, എല്ലാ കുടുംബങ്ങളെയും നിന്റെ കൃപയും അനുഗ്രഹവും കൊണ്ട് നിറയ്ക്കണമേ. കർത്താവ്, ഒരിക്കൽ കൂടെ എല്ലാവരെയും തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇതിനുവേണ്ടി അക്ഷീണം പ്രയത്നിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീ ഞങ്ങളുടെ മേൽ കടാക്ഷിക്കണമേ. നിന്നെ എന്നും സ്തുതിക്കുവാൻ ഞങ്ങളെ നീ പ്രാപ്തരാക്കണമേ. നിന്റെ വചനത്തിൽ നടക്കുവാൻ ഞങ്ങളെ നീ പ്രാപ്തരാക്കണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ആമീൻ. ബാറക്കുമോർ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ ഈ പ്രാർത്ഥനാ വാരത്തിനോടും അതിനുവേണ്ടി ഒരുങ്ങിയ എല്ലാ പ്രിയപ്പെട്ടവരോടും ഇതിനെ ശ്രമിക്കുന്നവരോടും അവരുടെ ജീവിതത്തോടും അവരുടെ ആവശ്യങ്ങളോടും കൂടെ പരിശുദ്ധ സഭയോടും അതിൻ്റെ എല്ലാ നല്ല നടത്തിപ്പിനോടും കൂടെ ഇന്നും എന്നാളും